ഇന്നത്തെ വീഡിയോയിൽ അറയിൽ എങ്ങനെയാണ് എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻസേർട്ട് ആൻ എലമെന്റ് ഇൻ ആൻ അറേ. ഒരു അറയിലേക്ക് ഒരു ന്യൂ എലമെന്റിനെ എങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നു? ഓൾറെഡി വി ഹാവ് ആൻ അറേ, ദെൻ അതിലേക്ക് ഒരു പുതിയ വാല്യൂ നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അതിനൊരു സ്പെസിഫിക് പൊസിഷനിലാണോ അല്ലെങ്കിൽ ഒരു അറേയുടെ ബിഗിനിങ്ങിലാണോ എൻഡിലാണോ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുള്ള അൽഗോരിതംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ സ്റ്റെപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇൻസേർട്ടിംഗ് ആൻ എലമെന്റ് ഇൻ ടു എ സ്റ്റാറ്റിക് വൺ ഡയമെൻഷണൽ അറേ ഇൻ സി ഇൻവോൾവ്സ് ഷിഫ്റ്റിംഗ് എലമെന്റ്സ് ടു മേക്ക് സ്പേസ് ഫോർ ദ ന്യൂ എലമെന്റ്. ഒരു അറേയിലെ ന്യൂ വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ആ ഒരു അറേയിലുള്ള എലമെന്റ്സിൻ്റെ എല്ലാം പൊസിഷൻ നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അല്ലേ? ഒരു മിഡിൽ പൊസിഷനിലാണ് നമ്മൾ ഒരു എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മുതൽ റൈറ്റിലേക്കുള്ള എല്ലാ എലമെന്റ്സിനെയും നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതിൻ്റെ സ്റ്റെപ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡിഫൈൻ ദ അറേ ആൻഡ് ഇറ്റ്സ് സൈസ്. ഒരു അറേ ഡിഫൈൻ ചെയ്യണം, ആ ഒരു അറേക്ക് ഒരു സൈസ് കൊടുക്കണം. നമ്മൾ ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നു, ഇൻഡ് അറേ ഓഫ് 10 എന്നുള്ള ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 10 എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് സാധിക്കും. നെക്സ്റ്റ് നോക്കൂ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെക്ക് ഫോർ അവൈലബിൾ സ്പേസ്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു അറേയിൽ എലമെന്റ്സ് ഉണ്ടായിരിക്കും. ദെൻ ഈ ഒരു അറേ ഫുൾ ആണോ, ദെൻ അതിനകത്ത് ഒക്കെ ഒരു ന്യൂ എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യാൻ അവിടെ സ്പേസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത്. 10 സൈസ് ഉള്ള ഒരു അറേ, അതിൽ ഇത്രയും വാല്യൂസ് ഓൾറെഡി അതിനകത്തുണ്ട്. ദെൻ റിമൈനിങ് സ്പേസസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഇങ്ങനെ സ്പേസ് അവൈലബിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. എൻഷുർ ദർ ഈസ് ഇനഫ് സ്പേസ് ഇൻ ദ അറേ ടു ഇൻസേർട്ട് എ ന്യൂ എലമെന്റ്. ഒരു ന്യൂ എലമെന്റിനെ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി അവിടെ സ്പേസ് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ദെൻ തേർഡ് സ്റ്റെപ്പിൽ ഷിഫ്റ്റ് എലമെന്റ്സിനെ ഷിഫ്റ്റ് ചെയ്യണം. മൂവ് എലമെന്റ്സ് ടു ദ റൈറ്റ് ടു ക്രിയേറ്റ് സ്പേസ് ഫോർ ദ ന്യൂ എലമെന്റ്. ഒരു എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അറേയിൽ നോക്കൂ, അറേയുടെ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ഒരു എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ഇവിടെയാണ് എനിക്ക് ന്യൂ എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഇവിടെ നിന്നുള്ള എല്ലാ എലമെന്റ്സും ഇവിടെ ഒരു സ്പേസ് ഫ്രീ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള എല്ലാ എലമെന്റ്സും നമ്മൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അവിടെ ഒരു ഫ്രീ സ്പേസ് അവൈലബിൾ ആവുന്നുള്ളൂ. ആ ഒരു ഫ്രീ സ്പേസിലേക്കാണ് നമ്മൾ വാല്യൂ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, ഇൻസേർട്ട് ദ ന്യൂ എലമെന്റ്. ഇങ്ങനെ ഫ്രീ സ്പേസ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ന്യൂ എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ലാസ്റ്റ് വൺ, അപ്ഡേറ്റ് ദ സൈസ്. എന്തുകൊണ്ടാണ് അവിടെ സൈസ് അപ്ഡേറ്റ് ചെയ്യുന്നത്? ഇവിടെ ഒരു എലമെന്റിന് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, സോ അതിൻ്റെ സൈസ് ഇൻക്രീസ് ആയിട്ടുണ്ടായിരിക്കും. സോ അറേയുടെ സൈസ് അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു അറേ ഡിഫൈൻ ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ അതിനകത്ത് ഒരു സ്പേസ് അവൈലബിൾ ആണോ, ഒരു ന്യൂ വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്പേസ് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അവൈലബിൾ ആണെങ്കിൽ അതിനകത്തുള്ള ആ ഒരു പൊസിഷൻ എവിടെയാണോ ഒരു പൊസിഷൻ കഴിഞ്ഞിട്ടുള്ള എല്ലാ എലമെന്റ്സിനെയും ഷിഫ്റ്റ് ചെയ്യുന്നു. ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു ഫ്രീ സ്പേസ് അവൈലബിൾ ആവുന്നുണ്ട്. ആ ഒരു അവൈലബിൾ സ്പേസിലേക്ക് നമ്മുടെ എലമെന്റിനെ പ്ലേസ് ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റെപ്പിൽ സൈസ് അപ്ഡേറ്റ് ചെയ്യുന്നു, അറേയുടെ സൈസ് അപ്ഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ സ്റ്റെപ്സ് റിക്വയർഡ് ടു ഇൻസേർട്ട് ആൻ എലമെന്റ് ഇൻ എ സ്റ്റാറ്റിക് വൺ ഡയമെൻഷണൽ അറേ? അറേ സ്റ്റാറ്റിക് ആണ്, അത് സ്പെസിഫൈ ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. അറേ ഒരു സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ആണ്. ഒരു വൺ ഡയമെൻഷണൽ അറേയിൽ ഒരു എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യുന്നതിന് റിക്വയർ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആ സ്റ്റെപ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു, അതിന് സൈസ് കൊടുക്കുന്നു, ആ ഒരു അറേയിൽ അവൈലബിൾ സ്പേസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. സ്പേസ് ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൊസിഷൻ, ആ ഒരു പൊസിഷൻ സെറ്റ് ചെയ്യുന്നു. ആ ഒരു പൊസിഷനിൽ ഫ്രീ സ്പേസ് അവൈലബിൾ ആവുന്നതിന് വേണ്ടിയിട്ട് പൊസിഷന് ശേഷമുള്ള എല്ലാ വാല്യൂസും ഷിഫ്റ്റ് ചെയ്യുന്നു, റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ദെൻ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് അവിടെ ഒരു ഫ്രീ സ്പേസ് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്പേസിലേക്ക് ന്യൂ എലമെന്റിനെ പ്ലേസ് ചെയ്യുന്നു. ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അറേയുടെ സൈസ് ഇൻക്രിമെന്റ് ആയിട്ടുണ്ടായിരിക്കും, അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നു.
നമുക്ക് നോക്കാം. ഇൻസേർട്ട് എലമെന്റ് അറ്റ് സ്പെസിഫിക് പൊസിഷൻ. അപ്പോൾ നമുക്ക് എലമെന്റിനെ ഒരു അറേയുടെ എൻഡിൽ നമുക്ക് ഒരു എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യാം. അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്, ഒരു അറേയുടെ എൻഡിൽ എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇതൊരു അറേ ആണ്. ഈ ഒരു അറേയിൽ ഇവിടെ ഒരു എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യണം. 8 എന്നുള്ള ഒരു എലമെന്റ് ആണ് എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. നമ്മൾ 8 എന്നുള്ള വാല്യൂ ഇതിന്റെ എൻഡിൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അപ്പർ ബൗണ്ടിനെ ഇൻക്രിമെന്റ് ചെയ്യുന്നു. അപ്പർ ബൗണ്ട് പ്ലസ് 1, അപ്പർ ബൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഇവിടെ ഇൻഡെക്സ് വരുന്നത്, ഇൻഡെക്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നായിരിക്കും. 0, 1, 2, 3, 4, 5, 6. ഓക്കെ, നെക്സ്റ്റ് ഇൻഡെക്സ് വരുന്നത് 7 ആയിരിക്കും. സോ അപ്പർ ബൗണ്ടിനെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഇവിടെ മറ്റൊരു ഇൻഡെക്സ് കൂടെ ആഡ് ചെയ്യണം. സോ ഇവിടെ സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 7 എന്നുള്ള അപ്പർ ബൗണ്ട് ഇൻക്രിമെന്റ് ചെയ്തത് കൊണ്ട് ഇവിടെ 7 എന്നുള്ള ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അവിടെ ഒരു ഫ്രീ സ്പേസ് അവൈലബിൾ ആണ്. സോ ഈ ഒരു 8 എന്നുള്ള വാല്യൂ നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു അറേയുടെ എൻഡിൽ നമ്മൾ വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നത്. വളരെ സിമ്പിൾ സ്റ്റെപ്പാണ് ഇതിൽ റിക്വയർ ആയിട്ടുള്ളത്. എന്നാൽ ഒരു സ്പെസിഫിക് പൊസിഷനിൽ, ഒരു അറേയുടെ മിഡിൽ പൊസിഷനിൽ നമ്മൾ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളത് അത്ര സിമ്പിൾ അല്ല. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. To insert an element at a specific position, shift all elements to the right of the specified position, one step to the right. ഒരു സ്പെസിഫിക് പൊസിഷനിൽ നമുക്കൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷന് ശേഷമുള്ള എല്ലാ എലമെന്റ്സിനെയും നമ്മൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ദിസ് വിൽ ക്രിയേറ്റ് ആൻ എംപ്റ്റി സ്പേസ് അറ്റ് ദ സ്പെസിഫൈഡ് പൊസിഷൻ. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത് വഴി ആ ഒരു സ്പെസിഫൈഡ് പൊസിഷനിൽ നമുക്കൊരു എംപ്റ്റി സ്പേസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ആ ഒരു എംപ്റ്റി സ്പേസിലേക്കാണ് നമ്മുടെ വാല്യൂ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ അൽഗോരിതമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 1 ഐ എന്നുള്ളത് n ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. എന്താണ് n? n മീൻസ് അറേക്കകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. അത് ഐ ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ റിപ്പീറ്റ് സ്റ്റെപ്സ് 3 and 4 വൈൽ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പൊസിഷൻ. ഈ ഐ എന്നുള്ളത് നമ്മുടെ പൊസിഷൻ, നമുക്ക് എവിടെയാണോ വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നത് ആ ഒരു പൊസിഷൻ ഗ്രേറ്റർ ഓർ ഈക്വൽ ആവുന്നത് വരെ 3ഉം 4ഉം റിപ്പീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്യും. 3ഉം 4ഉം എന്താണ് പറയുന്നത്? i+1 അത് ഇൻഡെക്സ് ആണ്. ദെൻ ഐയുടെ ഇൻഡെക്സ് -1 ആവുന്നുണ്ട്. മീൻസ് എന്താണ്? ഒരു അറേയിലുള്ള എലമെന്റ്സിനെ എല്ലാം നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു സ്റ്റെപ്പിൽ -1 എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ എലമെന്റ്സും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇവിടെ ഒരു ഫ്രീ സ്പേസ് അവൈലബിൾ ആവുന്നത്. ദെൻ ലൂപ്പ് എൻഡ് ആയിട്ടുണ്ട്. n = n+1. ലാസ്റ്റ് നമ്മൾ ഇവിടെ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അറേയുടെ സൈസ് കൂടിയിട്ടുണ്ടായിരിക്കും. സോ അതിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അതാണ് n = n+1. n ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ അറേ ആണ്. ആ ഒരു എലമെന്റ്സിൽ ഒരു എലമെന്റ് ഇൻക്രിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ദെൻ ആ ഒരു പൊസിഷനിൽ വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നു. POS പൊസിഷനാണ്, അതിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഒരു മിഡിൽ, ഒരു അറേയുടെ മിഡിലിൽ എലമെന്റ്സിനെ ഇൻസേർട്ട് ചെയ്യുന്നതിനുള്ള അൽഗോരിതം. ഇത് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നമുക്കൊരു നോക്കാം. ഇവിടെ ഒരു അറേ ഉണ്ട്. അറേയിൽ 10, 20, 30, 40, 50 ഇത്രയും എലമെന്റ്സ് ഉണ്ട്. ഈ അറേയുടെ സൈസ് 7 ആണ്. 0 to 6 വരെ ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 2 എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഫസ്റ്റ് നമ്മളൊരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ അതിനകത്ത് ഫ്രീ സ്പേസ് ഉണ്ടോ ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇവിടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഫ്രീ സ്പേസ് ഉണ്ട്. ഫ്രീ സ്പേസ് ഉണ്ടെങ്കിൽ നമ്മുടെ പൊസിഷൻ നമ്മൾ കൊടുക്കണം. ഇവിടെ 25 എന്നുള്ള വാല്യൂ ആണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അത് പൊസിഷൻ എന്താണ്? 3 ആണ്. ഈ ഒരു പൊസിഷനിലാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് ഫ്രീ സ്പേസ് കിട്ടണം. ഫ്രീ സ്പേസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ 40 നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ,
ഈ 40 ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള 50 നമ്മൾ ഓൾറെഡി ഇവിടെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു 3 എന്നുള്ള ഇൻഡെക്സിന് ശേഷം വന്നിട്ടുള്ള 2 എലമെൻറ്റിൻ്റെയും പൊസിഷൻ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് വഴി ഇവിടെ ഒരു ഫ്രീ സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എംപ്റ്റി സ്പേസിലേക്ക് നമ്മുടെ വാല്യൂ 25 എന്ന് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു അറേയുടെ മിഡിൽ നമ്മൾ വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. സോ ഒരു C പ്രോഗ്രാം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. വാരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുള്ള I എന്നുള്ള വേരിയബിൾ, N എന്നുള്ള വേരിയബിൾ, നം എന്നുള്ള മറ്റൊരു വേരിയബിൾ, പൊസിഷന് വേണ്ടിയിട്ട് POS എന്നുള്ള വേരിയബിൾ, തന്നെ ഒരു അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. printfൽ എൻ്റർ ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ അറേ, അറേയിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണെന്ന് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അത് നമ്മുടെ ചോയ്സ് ആണ്, നമ്മൾ എൻ്റർ ചെയ്യുന്നു. അതിനെ N എന്നുള്ള വേരിയബിളിലേക്കാണ് സ്കാൻ ചെയ്യുന്നത്. ദെൻ ആ ഒരു എലമെന്റ്സ്, അറേയിലെ എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യാറുള്ളത്. സോ ഇവിടെ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് N എത്രയാണോ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളത് അത്രയും ടൈംസ് ഈ ഫോർ ലൂപ്പ് ഐട്രേറ്റ് ചെയ്യുന്നു, എലമെന്റ്സിനെ അതിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇതാണ് അറേ ഓഫ് I എന്നുള്ളതാണ് നമ്മുടെ അറേയിൽ. അതിലാണ് ഇപ്പോൾ നമ്മുടെ എലമെന്റ്സ് എല്ലാം കിടക്കുന്നത്. ദെൻ നെക്സ്റ്റ് പ്രിന്റ്ഫിൽ എൻ്റർ ദ നമ്പർ ടു ബി ഇൻസേർട്ടഡ്, ഏത് നമ്പർ ആണോ നമുക്ക് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്, ഒരു ന്യൂ വാല്യൂ നമുക്ക് അറേയിലേക്ക് ഇൻസേർട്ട് ചെയ്യണം, ആ വാല്യൂ ഏതാണ് എന്നാണ് ഇവിടെ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതും യൂസറുടെ ചോയ്സ് ആണ്, യൂസറാണ് അത് എൻ്റർ ചെയ്യുന്നത്. അതിൽ തന്നെ നം എന്നുള്ള വേരിയബിളിലേക്കാണ് കൊടുക്കുന്നത്. ദെൻ എൻ്റർ ദ പൊസിഷൻ, ഏത് പൊസിഷനിലേക്കാണ് നമ്മൾ ആ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ പൊസിഷൻ ഇവിടെ കൊടുക്കണം. അതിനെ POS എന്നുള്ള വേരിയബിളിലേക്കാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഒരു ഫോർ ലൂപ്പ് വന്നിട്ടുണ്ട്. ഫോർ ലൂപ്പിൽ I മൈനസ് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആവുന്നു. ബിക്കോസ് എന്താണ്, ഒരു അറേയിലെ പൊസിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൊസിഷന് ശേഷമുള്ള എല്ലാ വാല്യൂസും നമ്മൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. സോ അതുകൊണ്ടാണ് I മൈനസ് എന്ന് വന്നിട്ടുള്ളത്. ദെൻ ആ പൊസിഷനിലേക്ക് നമ്മൾ ആ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നു, പൊസിഷനിൽ നമ്പർ കൊടുക്കുന്നു. ഓക്കെ, പൊസിഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അറേയുടെ സൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. എംപ്റ്റി സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്തു, ആ എംപ്റ്റി സ്പേസിലേക്ക് ന്യൂ വാല്യൂ പ്ലേസ് ചെയ്തു. ഇതുവഴി എന്താണ്, അറേയുടെ സൈസ് ഇൻക്രിമെന്റ് ആയി, സൈസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. N = N+1. ഓക്കെ, നെക്സ്റ്റ് പ്രിന്റ്ഫിൽ ദ അറേ ആഫ്റ്റർ ഇൻസേർഷൻ ഓഫ് ദിസ് എലമെന്റ്, ഇൻസേർട്ട് ചെയ്തതിനുള്ള അറേ നമുക്ക് പ്രിന്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മറ്റൊരു ഫോർ ലൂപ്പ് ഉണ്ട്. ഓക്കെ, അത് പ്രിന്റ് ചെയ്യുന്നു. ദെൻ റിട്ടേൺ 0, നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ ഔട്ട്പുട്ട് നോക്കൂ, എൻ്റർ ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ അറേ, അറേയിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളത് 5 എന്നാണ്. 5 എലമെന്റ്സിനെ നമ്മൾ അതിലേക്ക് എൻ്റർ ചെയ്യുന്നു. 5 എലമെന്റ്സ് ഉള്ള ഒരു അറേ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ എൻ്റർ ദ നമ്പർ ടു ബി ഇൻസേർട്ടഡ്, ആ ഒരു നമുക്കൊരു അറേ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, 5 എലമെന്റ്സ് ആണുള്ളത്. 1 2 3 4 5. ഓക്കെ, ഇതിനകത്ത് ഫ്രീ സ്പേസ് അവൈലബിൾ ആണ്. സോ ഇതിലേക്കൊരു പുതിയ വാല്യൂ നമുക്ക് ആഡ് ചെയ്യണം. 0 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ദെൻ അതിൻ്റെ പൊസിഷൻ ചോദിച്ചിട്ടുണ്ട്. 3 എന്നുള്ള പൊസിഷനിലാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. നോക്കൂ, 0 ഇൻഡെക്സ് വരുന്നത് 0 1 2 3. സോ ഈ 3 എന്നുള്ള എലമെന്റിന് ശേഷം ഈ ഒരു ലൊക്കേഷനിൽ നമുക്ക് 0 ആഡ് ചെയ്യണം. ഇവിടെയാണ് നമുക്ക് 0 ആഡ് ചെയ്യേണ്ടത്. സോ 4നെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, 5നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്തതിന് ശേഷമുള്ള അറേ ഏത് രീതിയിലായിരിക്കും വരുന്നത്? 1 2 3 then 0 4 5. ഓക്കെ, ഈ ഒരു വാല്യൂ ആണ് നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അറേ ആഫ്റ്റർ ഇൻസേർഷൻ ഓഫ് 0 എന്നുള്ള വാല്യൂ ഇൻസേർട്ട് ചെയ്തതിന് ശേഷമുള്ള അറേ ആണ് നെക്സ്റ്റ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അറേ എന്നുള്ള ഡാറ്റ സ്ട്രക്ചറിൽ ഓപ്പറേഷൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇൻസേർഷൻ. ഒരു വാല്യൂ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓൾറെഡി എലമെന്റ്സ് ഉള്ള ഒരു അറേയിലേക്ക് ഒരു ന്യൂ വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നു. അതിൻ്റെ അൽഗോരിതംസ്, ഒരു പ്രോഗ്രാം, ദെൻ അതിൻ്റെ റെപ്രസെൻറ്റേഷനൊക്കെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.